ബിഗ് ബോസിന് പുറത്തിറങ്ങിയതിന് ശേഷമുള്ള വിശേഷങ്ങൾ ആദിലയും നൂറയും തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജ് വഴി പങ്കിടാറുണ്ടായിരുന്നു. ഫൈസൽ മലബാറിന്റെ ഗൃഹപ്രവേശനത്തിന് ഇരുവരും പങ്കെടുത്തിരുന്നു. മികച്ച സ്വീകരണമായിരുന്നു ഇവർക്ക് ലഭിച്ചത്. ഇവരുടെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലുമായിരുന്നു. താൻ അറിയാതെയാണ് 2 പെൺകുട്ടികൾ ചടങ്ങിൽ പങ്കെടുത്തതെന്നായിരുന്നു ഫൈസൽ മലബാർ ഫേസ്ബുക്കിലൂടെ കുറിച്ചത്. പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ച് മാതാപിതാക്കളെ ധിഖരിച്ചും സമൂഹ മധ്യത്തിൽ താറടിച്ചും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകിയെന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു. ഇക്കാര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പായിരുന്നത്. നിമിഷ നേരം കൊണ്ടായിരുന്നു പോസ്റ്റ് വൈറലായതും. വിവാദമായതോടെ പോസ്റ്റ് അദ്ദേഹം പിൻവലിച്ചുവെങ്കിലും സ്ക്രീൻഷോട്ടുകൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു. വ്ളോഗർമാരും സെലിബ്രിറ്റികളും അടക്കം നിരവധി പേരാണ് ഈ വിഷയത്തിൽ പ്രതികരണം രേഖപ്പെടുത്തിയത്. അതുപോലെ തന്നെ ബിഗ് ബോസ് വേദിയിൽ ലാലേട്ടൻ ഇവർക്ക് കൊടുത്ത വാക്കും ഉടനെ തന്നെ പാലിക്കട്ടെ എന്നുള്ള അഭിപ്രായങ്ങളാണ് കമൻറ്റുകളായി വരുന്നത്. ലാലേട്ടൻ്റെ വീട്ടിൽ ഇവരെ ക്ഷണിക്കുമെന്ന് ലാലേട്ടനാണ് ഉറപ്പ് കൊടുത്തത്. ആ ഒരു വാക്കും ലാലേട്ടൻ വിളിക്കുന്നതുമാണ് ഈ നെഗറ്റീവുകൾക്കുള്ള മറുപടി എന്നാണ് കമൻറ്റുകൾ ഏറെ വരുന്നത്. എന്നാൽ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്നൊരു വാർത്തയാണ്, അസുഖബാധിതനായിരുന്നപ്പോൾ മമ്മൂക്ക ബിഗ് ബോസ് കാണാറുണ്ടായിരുന്നുവെന്ന് മമ്മൂക്ക തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞ വാർത്ത. അന്ന് ഇതുപോലുള്ള ആദില നൂറ വിവാദത്തിൽ ലാലേട്ടൻ്റെ വീട്ടിൽ ആദിലയും നൂറയും ക്ഷണിച്ചപ്പോൾ മമ്മൂക്കയും അതിനെ സപ്പോർട്ട് ചെയ്തു എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു.